ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു അനുഭവമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള സജിത എങ്ങനെയാണ് മിറാക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ചേർന്നത് എന്നുള്ളൊരു അനുഭവമാണ്. കൃഷ്ണഭക്തിയായിരുന്ന സജിതയുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ബാബയും അതിലൂടെ മോഹൻജിയും കടന്നു വന്നു എന്നുള്ളതാണ് ഈ ഒരു എക്സ്പീരിയൻസ് കാണിക്കുന്നത്. ഭഗവാന്റെ ഗ്രേസ് ഏത് രൂപത്തിലാണ് നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് നമുക്കറിയില്ല. ഗുരുവിൻ്റെ ഗ്രേസ് സജിതയിലേക്ക് എത്തിയത് വളരെ അത്ഭുതകരമായിട്ടാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ കണികയായിട്ട്, ഒരു വെളിച്ചമായിട്ട് ഗുരു സജിതയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ഗുരുവിൻ്റെ ഓരോ അനുഭവങ്ങളും ഓരോ എക്സ്പീരിയൻസും നമുക്കുള്ള ഒരു ക്ഷണമാണ്. ബാബ പറയുന്നത് പോലെ മിറാക്കിൾസ് ആർ മൈ വിസിറ്റിംഗ് കാർഡ് എന്ന് പറയാറുണ്ടല്ലോ ബാബ. ആ ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. ഗുരു തരുന്ന എക്സ്പീരിയൻസുകൾ അവരവരുടെ എക്സ്പീരിയൻസിൽ ഉറച്ചു വിശ്വസിക്കുക. നമ്മളൊരു ചെടിക്ക് വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ ആ ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ച് നഷ്ടപ്പെടാതെ നിർത്തുക. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് കിടക്കാം. സായിബാബയുടെ കൂട്ടിയിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. വരാനുണ്ടായ സാഹചര്യം വളരെ ദുർഘടമായിരുന്നു. വെച്ചാൽ എനിക്ക് മാനസികമായിട്ട്, ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ട് ആരും തകർത്തിരിക്കുന്നു. ആ സമയത്ത് ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ഭക്തിയാണ് ഞാൻ. ഗുരുവായൂരപ്പനെ വല്ലാണ്ട് പഠിക്കുന്ന കാരണം അങ്ങനെ പരീക്ഷണങ്ങളായിരിക്കാം, നമ്മുടെ കർമ്മഫലം കൊണ്ടായിരിക്കാം ഇങ്ങനൊരു ദുർഗതി വന്നത്. ഭഗവാനോട് ഞാൻ എനിക്കിനി ജീവിക്കണ്ട, ജീവിതം എനിക്ക് വേണ്ട എന്നുള്ളൊരു ഇതിനായിരുന്നു. എനിക്കൊന്നും തരണം, എനിക്ക് ഞങ്ങളൊരു മാനസികാവസ്ഥയിലേക്കല്ല ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥിതിയിലായിരുന്നു ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാനോട് ഞാൻ കരഞ്ഞു, എനിക്ക് ഇതിലും ബലം ഭഗവാൻ എന്നെ എൻ്റെ ജീവൻ അങ്ങനെ എടുത്താൽ മതി, വേണ്ട എനിക്കൊരു ലൈഫ് വേണ്ട. ഒരു ദിവസം രാത്രി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ അന്ന് രാത്രിയാണ് എനിക്ക് ഭഗവാൻ എൻ്റെ മരണം ശരിക്കും എനിക്ക് കാണിച്ചു തന്നു. ഞാൻ മരിച്ചു കിടക്കുന്നതും അങ്ങനെ എല്ലാ ബന്ധുവത്താളികളൊക്കെ വന്ന് ആ സിംഹറിൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ ഞാൻ എനിക്കത് ഭഗവാൻ എന്നെ കാണിച്ചു തന്നു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മക്കളും ഒക്കെ വീട്ടിലൊന്ന് കരയുന്നതൊക്കെ ശരിക്കും ഞാൻ ആ വിഷ്വലൈസായിട്ട് കാണണം. അങ്ങനെ അന്ന് രാത്രി എനിക്ക് ഭയങ്കര പനിച്ചിട്ട് ഭയങ്കര പനി, ശ്വാസം കിട്ടണില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. മരിക്കാണ് ഞാൻ, മരിച്ചിട്ട് തന്നെയാണ് പോയത്, മരണം തന്നെയാണ് നടന്നത്. ഭഗവാൻ എനിക്കത് കാണിച്ചത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ജീവിതം അങ്ങനെ എടുത്ത് അങ്ങനെ അപ്പൊ എനിക്ക് പിന്നെ കാണിച്ചിരുന്നത് എനിക്ക് എന്താണ് എന്നോട് പിന്നെ എന്താണ് എനിക്ക് ജീവിച്ചിട്ട് എന്താ ഫലം എന്നുള്ളത് എനിക്കില്ല. മുന്നോട്ട് പോണത് എന്തിനാണെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ സായിബാബനെ ഞാൻ വെറുതെ സായിരം, എനിക്ക് തന്നെ അറിയില്ല സായിബാബനൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് കൂടുതലൊന്നും അറിയില്ല. ബാബനെ പറ്റിയൊന്നും ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു അറിവ് എനിക്കില്ല. പക്ഷെ ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ വെറുതെ സായിറാന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിന്നിങ്ങനെ മയക്കത്തിലാണോ ഉറക്കത്തിലാണോ എന്ന് എനിക്കറിയില്ല. നല്ല ഒട്ടും പനി. അവരൊരു പ്രായമായ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. മോള് കോയമ്പത്തൂർ പഠിക്കുന്ന, അപ്പൊ ആരുമില്ല, ഞാൻ അമ്മ മാത്രമേ ഉള്ളൂ. പനി എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പനി വന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ പോയത്. ഇങ്ങനെ സായറാം ഞാൻ ജപിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ഓരോ നിമിഷത്തില് ഉറങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ ഉറക്കത്തിലല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ മുറി നിറച്ചിങ്ങനെ ഭയങ്കര പ്രകാശം, ഭയങ്കര ഒരു ജ്വാല തന്നെ കണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോ എനിക്കറിയില്ല മോഹൻജിയാണോ ആരാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ വീഡിയോസ് കണ്ടപ്പോഴാണ് മോഹൻജിയുടെ ചിത്രം ഇങ്ങനെ ഞാൻ കാണുന്നത്. എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുക, ഒരു ബ്രൗൺ കളർ ചുപ്പിട്ടിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പൊ ഞാൻ എണീറ്റ് ഒരു ജീവനില്ലാത്ത ശരീരം പോലെ എണീറ്റ് ഇങ്ങനെ നോക്കി ഞാൻ അവിടെ തന്നെ ഇങ്ങനെ വീണ പോലെ കിടന്നു. ഇങ്ങനെ തന്നെ സ്വപ്നം കണ്ട്. സ്വപ്നം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പൊ ഞാൻ സായിറാം നല്ല ചെല്ലണം, സിദ്ധി സായിബാബ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ
ഇത്രയായിട്ട് യാതൊരു സാമ്യമില്ല. മോഹൻജിയുടെ അല്ല, ഞാൻ ഈ മോഹൻജിനെ കണ്ടിട്ടില്ല, ഒരു വിവരം എനിക്കറിയില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി ചിത്രം ഇങ്ങനെ. പക്ഷെ എനിക്ക് എന്നിട്ട് മോനെ എനിക്കൊരു പടം, ഒരു ഷിർഡി സായിബാബയുടെ ഒരു പടം ഗിഫ്റ്റായിട്ട് കൊണ്ടുതന്നെ മോൻ. അത് കൊണ്ടുതന്ന അതേ ഞാൻ കണ്ട ആ മോഹൻജിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം അതേ ഡ്രസ്സ് തന്നെയാണ് സായിബാബയുടെ മോൻ കൊണ്ടുതന്ന ചിത്രത്തിലുള്ള ഡ്രസ്സ്. എനിക്കത് കയ്യിൽ കിട്ടിയപ്പോൾ പൊളിച്ച് നോക്കിയപ്പോൾ ഷിർഡി സായിബാബയുടെ ഫോട്ടോ, നമ്മളെ ഷിർഡിയിലുള്ള അതേ ഉള്ള ഫോട്ടോ തന്നെയായിരുന്നു. നോക്കിയപ്പോഴാണ് അതേ ഡ്രസ്സ്, അതേ ഇതിലുള്ള കളറിലുള്ള ഡ്രസ്സായിരുന്നു ഇട്ടത്. പിന്നെ ഞാൻ ചരിതം വായിക്കാൻ തുടങ്ങി. ഒരു 9 സപ്താഹം ചെയ്തു. അതിന് 2ാമത് വട്ടം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് 5 പൂർത്തിയായി, 6ാമത്തെ എനിക്ക് കടക്കാൻ പറ്റും. ഇവിടെ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടിരിക്കുകയാണ്. അതായത് 89 വയസ്സായി. അപ്പം ഒരു 8 അപ്പം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് സമയമില്ല. വെളുപ്പിന് എനിക്കും 100 വർഷം വായിക്കണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പോകും. എഴുതുന്നുണ്ട്, ഭാവന നാമങ്ങൾ എഴുതുന്നുണ്ട്, എഴുതുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് മോഹൻജിയുടെ പിക്ചർ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോഹൻജി ആണെന്നുള്ളത്. അതാണ് എനിക്കുണ്ടായ അനുഭവം. അപ്പം ഞാൻ ഇന്നലെ ദീപാജിയുടെ ഫോൺ നമ്പർ കണ്ട് ദീപാജിനെ വിളിച്ചു. ജീവനെ ഫോട്ടോയിട്ട് ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു മെഡിറ്റേഷനിലേക്ക് പോകാൻ എന്തൊക്കെയോ എനിക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നെഗറ്റീവ് എന്താ നെഗറ്റീവ് ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഇന്നലത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് എന്തോ മോഹൻജിയുടേതായിട്ടുള്ളൊരു എന്തോ ഒരു മാറ്റം. എന്ന് വെച്ചാൽ കാല് വയ്യാണ്ടിരിക്കുന്നത്, ഓട്ടോഷേക്ക് കയറിയിട്ട് കാലൊന്ന് ഇതായിട്ട് അതിന് കാലിനെ പരിക്കരിച്ചിരിക്കുന്നുണ്ട്. അതൊരു വർഷമായി. റെസ്റ്റില്ലാത്തതുണ്ട്. അങ്ങനെ കൂടുതൽ കൊച്ചി അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇന്നലെ ഞാൻ മോഡിഫൈ ശരിക്കും ചെയ്യാൻ പറ്റാൻ ഇടയ്ക്ക് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കൊന്നും അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്തോ ഒന്ന് കാണിച്ചു തുടങ്ങി. ഈ നാമം തന്നെ മോഹൻജിയുടെ രൂപം കാണാം. അത് തന്നെ വൈറാം ചേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു നാമം തന്നെയാണ് രൂപം ചിന്തിച്ചിട്ടുള്ള ഒരു നാമം വരുന്നുണ്ട് അതിൽ. എന്താണെന്ന് എനിക്കറിയില്ല. നാമം ശരിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. മോഹൻജി തന്നെ വിചാരിച്ചു ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ഭയങ്കര അത്ഭുതമാണ് എനിക്ക്. എന്നുവെച്ചാൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് മോഹൻജിയായാലും ഷിർഡി സായിബാബയായാലും. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. സായിറാം. ഞാൻ കുടുംബത്തിൽ സജിത്തിനെ ഞാൻ